ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു അടിപൊളി പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. വീശിയടിക്കൊന്നും ചെയ്യാണ്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒരു സ്നാക്കായിട്ടായാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് കറികളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലത്തെയും വൈകുന്നേരത്തെയും ഒക്കെ പണി എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു കപ്പ് വരെ വെള്ളം ചേർക്കാം. എനിക്ക് അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ അരക്കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴികെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം. നെയ്യൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താൽ മതി, നിങ്ങളിഷ്ടം പോലെ. ഞാനിപ്പോൾ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. ലാസ്റ്റ് ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചോളൂ. ഇപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് നമ്മുടെ മാവ്. ഇത് ഓരോ ബോളായിട്ട് മാറ്റാം. ഞാനിപ്പോൾ ഒരു 5 ബോളാണ് ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുക്കുക. കുറച്ച് പൊടി വിതറിയതിന് ശേഷം നല്ല തിന്നായിട്ട് കിട്ടുന്നവരെ തന്നെ പരത്തിയെടുക്കണം. കണ്ടില്ലേ, ഒരു തിൻ ഷീറ്റ് പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്, ലെയർ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഞാനൊന്ന് പ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബാക്ക് അടിച്ച് കണ്ടാൽ മതി കേട്ടോ. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ലെയർ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അത് വലിച്ചെടുത്തതിന് ശേഷം സാധാരണ പൊറോട്ട ചുരുട്ടിയെടുക്കുന്നത് പോലെ ഇതിൽ കാണുന്ന പോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ആ ഒരു ലെയർ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അവസാനത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് അടിയിലേക്ക് ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ എല്ലാം ചെയ്യുക. ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക, മുകളിൽ ഓയിൽ തടവുക, ഇതുപോലെ ആക്കുക. ഇപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിൾ പൊറോട്ട ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ സാധാരണ പൊറോട്ട നമുക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ഈസിയാണ്. കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു പൊറോട്ടയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് പെർഫെക്റ്റ് പൊറോട്ട കിട്ടുന്ന ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്നില്ല, ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് കറിയോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു മുട്ടയുടെ ജസ്റ്റ് ഒരു ഫില്ലിങ്, ഒരു ടോപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം ആക്കാനുണ്ട്. അപ്പോൾ അതിനൊരു മുട്ട ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ ഉള്ളി, ചെറിയൊരു ഉള്ളിയും പച്ചമുളകും മല്ലിയിലയും കട്ട് ചെയ്തിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാല് ചേർക്കുമ്പോൾ ശരിക്കും നമ്മുടെ പൊറോട്ടയുടെ ടേസ്റ്റേ മാറും, നല്ല സോഫ്റ്റും ആയിരിക്കും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഓരോ ചുരുട്ടി വെച്ച സംഭവമില്ലേ, അത് ഇതുപോലെ പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ തന്നെ നോക്കിയാൽ നിങ്ങൾ ശരിക്കും ആ ഒരു ലെയർ കാണുന്നത്, ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശരിക്കും ആ ലെയർ വിട്ട് വന്നോളും. സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് തവയിലേക്ക് ഇട്ട് കൊടുക്കുക, ഫ്രൈ ചെയ്തെടുക്കാം. തവയിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ മുകളിൽ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഒട്ടും ഡ്രൈ ആവരുത്, ഇടയ്ക്കിടയ്ക്ക് നെയ്യൊന്ന് തടവി കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. നല്ലോണം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നെയ്യോ ഡാൽഡയോ അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലോ ചേർത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് മാത്രം ഒരു ഭാഗത്തായിട്ട് മുട്ടയുടെ ആ ഒരു കൂട്ടിട്ട് കൊടുക്കുക, മറിച്ചിട്ട് കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. മറിച്ചിട്ട് കൊടുത്തിട്ട് അധിക സമയമൊന്നും വേണ്ട, മാക്സിമം 1 മിനിറ്റ് മതി. അപ്പാടെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ടത് ഇരുന്ന് മാറ്റാം. എടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് തടവാണെങ്കിൽ നല്ല സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും. ഇപ്പം ഞാനിത് പാനിന് മാറ്റാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. പിന്നെ ഞാനത് അധികം പറയാത്തത് ചിലർക്കൊന്നും അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം.
ഇതും ഞാൻ പാനിൽ നിന്ന് മാറ്റാണ്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ചൂടാറിക്കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ചൂടോടെ കഴിക്കാൻ പറ്റുമെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കുക. ഇതുപോലെ ലെയർ ആയിട്ട് തന്നെ കിട്ടും. നല്ല സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ റോൾ ചെയ്തിട്ടാണെങ്കിൽ റോൾ ചെയ്തിട്ട് എടുക്കാം. റോൾ ചെയ്യുന്നതിന് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ മയണൈസോ കെച്ചപ്പോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡിപ്പായിട്ട് വെച്ച് കൊടുത്താലും മതി. നിർബന്ധമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ മതി. നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്. ഞാൻ അധികം ഇത് സ്നാക്കിനാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്, ഒരു സ്നാക്കായിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്